പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയ കഥ പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ നേരെ ആശുപത്രിയിലോട്ടാണ് പോയത്. എന്നിട്ടേ പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയുള്ളൂ. കൂടെ ഉള്ളൊരുത്തിയുടെ കുട്ടിക്ക് പനി, അവളെ ആശുപത്രി കയറ്റി. മിക്കവാറും അവർ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞ കാരണം അവൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി കറങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ നൊസ്റ്റു പാലത്തിൽ കൂടെയൊക്കെ നടന്ന് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നടന്നു പോയി. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ചുമ്മാ ഇരിക്കട്ടെ, നിങ്ങളെന്തെങ്കിലുമൊക്കെ അറിയണ്ടേ ഞങ്ങളെ വീട്ടിൽ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടോണ്ടിരിക്കുക, എനിക്കാരും പറയാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി നടന്ന പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഒരു മെഴുതിരിയൊക്കെ എടുത്ത് മേടിച്ച് കത്തിച്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പക്ഷേ ഇച്ചിരി നാരങ്ങ ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു, എടീ കൊച്ചിന് അഡ്മിഷൻ ആയില്ല, ഞങ്ങൾ ഡിസ്ചാർജ് ആയി വരുവാന്ന് പറഞ്ഞ് അവൾ തന്നെ ഞങ്ങളെ കൊണ്ടൊരു ഓട്ടോ വിളിച്ച് അവിടെ അടുത്ത് കോടതി പാർക്കിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് മന്തി കഴിക്കാമെന്ന് പറഞ്ഞതാ നടുക്കിരിക്കണം കേട്ടോ ഗൂഗിൾ മാപ്പ്. അവൾക്കാണ് എല്ലായിടത്തേക്കും പോകേണ്ടത്, അവിടെ ഇവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഒരു മന്തി ഷോപ്പുണ്ട്, ആ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഈ കൂടെയുള്ള മറ്റേ അവളുടെ സ്വന്തക്കാരുടെ കടയാന്നൊക്കെ ആയിട്ടല്ല അവൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതാ പോണവളുടെ ഇവിടെ അങ്ങനെ ഭയങ്കര കൂലങ്കഷമായ ഡിസ്കസിങ് കേട്ടോ, ഏത് മേടിക്കണം അത് മേടിക്കണം കേട്ടോ. അവസാനം ഞങ്ങളെല്ലാവരും ഓരോ ടൈപ്പ് വെച്ച് ഓർഡർ ചെയ്തു. അതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ, എല്ലാവർക്കും ടേസ്റ്റ് അറിയാൻ പറ്റും. ഓരോന്ന് വെച്ച് മേടിക്കുകയാണെങ്കിൽ സെയിം മേടിച്ചാൽ ടേസ്റ്റ് അറിയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് സാധനങ്ങൾ പറഞ്ഞു. ഒരെണ്ണം പെരി, ഒരെണ്ണം എന്തൊക്കെയോ സാദാ മന്തി, ഒരെണ്ണം അൽഫാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് മേടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചാടിച്ച്, കൊച്ചല്ല ഞാൻ വെള്ളം ഒഴിച്ചത്, പക്ഷെ മാറിപ്പോയി, മൊത്തം വെള്ളമായി അവിടെയൊക്കെ. അങ്ങനെ കൊണ്ടുവന്ന റൈസ് തികയില്ല എന്ന് പറഞ്ഞാൽ ആ ചെക്കനെ പിന്നെയും ഓടിച്ചു വിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സത്യം പറയാമല്ലോ, ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല റൈസ്. എന്തോ ഒരു അടി പിടിച്ച ചൊവ്വയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ സ്വന്തക്കാരുടെ കടയാന്ന് പറഞ്ഞാൽ അവൾക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. സൂപ്പർ ശരണ്യ പറഞ്ഞ പോലെ ശത്രുക്കളോട് പോലും പോട്ടെ. അങ്ങനെ തൊട്ടടുത്ത് തന്നെ തൊട്ടപ്പുറം വാതിൽ പാർക്കിൻ്റേതായതുകൊണ്ട് രണ്ടെണ്ണത്തിൻ്റെ കാലിതാ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ കൂടി. നമുക്ക് പിന്നെ ഊഞ്ഞാലൊരു വീക്ക്നെസ് ആണല്ലോ, ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ചെന്ന്. പിന്നെ അവിടെ ഏതൊക്കെ ആ പാർക്കിൽ ഏതൊക്കെ ഊഞ്ഞാലുണ്ടോ അതിലൊക്കെ ഞങ്ങൾ കയറി. ഡ്രിപ്പിട്ട് കിടന്ന കൊച്ചതാ കാണിക്കുന്നത്, ഇതിനെവിടെ ഡ്രിപ്പിട്ട്. അങ്ങനെ പിന്നെ അവൾക്ക് ജ്യൂസ് കുടിച്ചണമെന്ന്. ഇതൊക്കെ എങ്ങോട്ട് പോകണം എനിക്കറിയാമേല. ഇവളുമാർ കുടിക്കുമ്പോഴാണ് ഞാൻ കഴിക്കണത്. കണ്ടാൽ പറയാ ഞാനത് ഇട്ടാന്ന്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ആ ഫ്രണ്ടിൽ പോണ കുരിപ്പുണ്ടോ, ആ കുരിപ്പിൻ്റെ പ്രായത്തിൽ ഞാൻ ഈ സ്ഥാനത്തേക്ക് കയറിയേക്കണം. പിന്നെ ഞാനതിൽ കയറിയിട്ടില്ല. ആരും കണ്ടില്ലാത്തതുകൊണ്ടും പള്ളിപ്പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ടും എന്നെ ആരും മൈൻഡ്